തെക്കിന്റെ കാശ്മീരായിരിക്കുന്ന മൂന്നാർ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുള്ളത് അല്ലെ? കൂടുതൽ ആളുകൾ മൂന്നാറിൽ 1, 2, 3 വട്ടമൊക്കെ വന്നു പോയിട്ട് ആളുകളുണ്ട്. ഇതുവരെയും പോകാത്ത ആളുകളും ഉണ്ടാവും ട്ടോ. ഞാൻ ഈ എത്ര നാളും മൂന്നാർ പോകുമ്പോൾ നിരത്ത് നിന്നായിരുന്നു ഈ തേയില ചെടികളുടെയൊക്കെ കാഴ്ച ആസ്വദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രോൺ ചേട്ടൻ കയ്യിലുണ്ടായിരുന്നു ട്ടോ. ഡ്രോൺ ചേട്ടനെ നല്ല കാറ്റാണെങ്കിലും ഞാൻ പറപ്പിച്ചു വിട്ടു. എന്റെ പൊന്നെ, അസാധ്യമായ ഒരു കാഴ്ചയാണ് പിന്നെ നമുക്ക് സമ്മാനിച്ചത്. ഇത്രയേറെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും ട്ടോ. നമ്മൾ ആനച്ചാലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ 2 മൈൽ ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു ദൃശ്യം പകർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ആ കാഴ്ചകളിലേക്കെല്ലാം ഒന്ന് കടന്നാലോ? മൂന്നാറിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു കവാടത്തിൽ തന്നെയാണ് ഈ തേയിലക്കാടുകൾ കാണുന്നത്. സത്യത്തിൽ മൂന്നാറിൽ എത്തുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്ന തേയിലക്കാടുകൾ എന്ന് നമുക്ക് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 അരുവികൾ ഒരുമിച്ച് ചേർന്ന സ്ഥലമാണ് മൂന്നാർ. അങ്ങനെയാണ് മൂന്നാർ എന്ന് പറയുന്ന ടൗണ് ജന്മമെടുത്തത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 1600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹിൽ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു വേനൽക്കാല സങ്കേതമായിരുന്നു. ഋതുക്കൾ ഏത് മാറി പറഞ്ഞാലും മൂന്നാറിന്റെ ദൃശ്യഭംഗി വേറൊന്ന് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. തേയിലക്കാടിന്റെ ഉള്ളിൽ കൂടെ വളഞ്ഞും പൊളഞ്ഞു പോകുന്ന വഴിയിലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വാദ്യകരമായ ഒരു ഡ്രൈവിംഗ് ആണ് നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഏറെ അപകടം നിറഞ്ഞ ഒരു പാതയും കൂടിയാണ്. കാരണം ഈ പാതയെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് ശരിക്കും ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലമാണ്. മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ തേയിലക്കാടിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഇങ്ങനെ കൊളുന്തൊക്കെ നുള്ളുന്ന കാഴ്ച അല്ലേ. ഇത് മൂന്നാറിൽ വന്നാൽ ഏത് സമയവും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ കാണുന്ന കാഴ്ച തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ മൂന്നാറിനെ കുറിച്ചുള്ള ഏത് പിക്ചർ എടുത്താലും ഇവരുടെ ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് 2 മൈലാണ്. നമ്മുടെ അടിമാലിയിൽ നിന്ന് കല്ലാറ് കൂടി വരുന്ന മൂന്നാർ വരുന്ന ആ ഒരു സ്ഥലവും ആനച്ചാലിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന സ്ഥലവും കൂടെ യോജിക്കുന്ന സ്ഥലമാണ് 2 മൈൽ എന്ന് പറയുന്ന സ്ഥലം. എന്നാണെങ്കിലും അതിലൂടെ ആ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന മനോഹര കാഴ്ച അല്ലേ. ശരിക്കും പറഞ്ഞാൽ മൂന്നാറിലേക്ക് എത്തുന്ന ആളുകളുടെ ആദ്യത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ 2 മൈലാണ് കേട്ടോ. എവിടെ നിന്നാൽ ഒരുപാട് ഫോട്ടോഷൂട്ടും അതുപോലെ വീഡിയോഗ്രാഫിയും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിരവധിയായിട്ടുള്ള കാഴ്ചകളാണ്. പ്രത്യേകിച്ച് ഈ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന തേയിലക്കാടുകളുടെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിസ്മരണീയമായ ഒരു കാഴ്ചയാണ്. ആ കൂടെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ അതിലേറെ മനോഹരമാണ്. കോടമഞ്ഞൊക്കെ മിക്കവാറും കയറി വരുന്ന ഒരു സ്ഥലമാണ് ഈ 2 മൈൽ കേട്ടോ.
കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? മൂന്നാറിന്റെ ഈ 2 മൈൽ ഭാഗത്തിന്റെ ദൃശ്യചരിതയൊക്കെ നമുക്ക് ഡ്രോൺ വിഷനിലൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു. ഇതൊരു പരീക്ഷണം മാത്രമാണ്. കാരണം ഇതുവരെയും നമ്മൾ ഈ ഡ്രോൺ നന്നായിട്ട് കൈകാര്യം ചെയ്യാറായിട്ടില്ല. ഏകദേശം ഒരു 80% ഒക്കെ നമ്മൾ ഓടിക്കും. അതിന്റെ പൂർണ്ണതയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അധികം താമസിക്കാതെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകല്ലോ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.